Hi dears, welcome to my YouTube channel. Standard 7 Social Science 10th Chapter Budget the True Record of Development. ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോയാണിത്. പാർട്ട് 1, പാർട്ട് 2 വീഡിയോ കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പൊതുചെലവ്, പൊതുവരുമാനം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഈ വീഡിയോയിൽ ബജറ്റ്, ധനനയം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ബജറ്റ് എന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. The budget is a financial document of the expected income and expenditure by the government for a specific financial year. In our country, the budget is prepared for one financial year starting from April 1st to March 31st. The financial minister presents the budget. As per Article 112 of the Constitution of India, the Union budget is also the annual financial audit of the country. നമ്മുടെ രാജ്യത്തെ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓർത്തു വെക്കണേ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയെയാണ് എന്തു പറയുന്നത്? ബജറ്റ്. The budget is a financial document of the expected income and expenditure by the government for a specific financial year. Okay? ഇനി ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. Who presents the budget? The financial minister presents the budget. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ധനകാര്യമന്ത്രിയുമാണ്. ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രി? ഹു ഈസ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ? യെസ്, നിർമ്മല സീതാരാമൻ. ഹു ഈസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള? കേരള ധനകാര്യമന്ത്രി ആരാണ്? KN ബാലഗോപാൽ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ബജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് എന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് ദ ബജറ്റ്? ഏതാണ്? 112. ഓക്കെ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വയ്ക്കുക. ബജറ്റിനെ വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1 മിച്ച ബജറ്റ്, 2 സന്തുലിത ബജറ്റ്, 3 കമ്മി ബജറ്റ് എന്നിവയാണ്. ഇനി എന്താണ് മിച്ച ബജറ്റ്? വരവ് കൂടുതലും ചെലവ് കുറവുമായ ബജറ്റിനെയാണ് നമ്മൾ മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. അതായത് മിച്ചം വന്നത് എന്ന അർത്ഥത്തിൽ. വരവും ചെലവും തുല്യമായ ബജറ്റിനെ സന്തുലിത ബജറ്റ് എന്ന് പറയുന്നു. കമ്മി ബജറ്റ് എന്നാൽ എന്താണ്? വരവ് കുറവും ചെലവ് കൂടുതലുമായ ബജറ്റാണ് കമ്മി ബജറ്റ്. Budgets can be divided into
three categories on the basis of revenue and expenditure. First one, surplus budget. Second one, balanced budget. And third one, deficit budget. Surplus budget is more income, less expenditure. Equal income and expenditure is called balanced budget. Less income, more expenditure, deficit budget. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നൊരു ഭാഗമാണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇവിടെ പറയുന്നത് ബജറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. നോക്കൂ, ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ്. The word budget originated from the French word boget. It means a small bag or sack. The word budget indicates a bag that contains the financial documents of the government. The first presentation of the budget was held in the 11th century. R.K. Shanmugam Chetty, who was the finance minister of India, presented the first union budget of the country. ഏത് വേർഡിൽ നിന്നാണ് ബജറ്റ് എന്ന വേർഡ് ഉത്ഭവിച്ചത്? ഫ്രഞ്ച് വേർഡായ ബോഗറ്റ്. ഓർത്തു വയ്ക്കുക. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരായിരുന്നു? ഹൂ വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഹൂ പ്രസൻറ്റഡ് ദ ഫസ്റ്റ് യൂണിയൻ ബജറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? R.K. ഷൺമുഖം ചെട്ടി. ഇനി എന്നായിരുന്നു? 1947 നവംബർ 26. ഇവ രണ്ടും പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊതുകടം അഥവാ പബ്ലിക് ഡെറ്റിനെ കുറിച്ചാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. The government has to take loans to materialize the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. The loans thus availed by the government are known as the public debt. Loans are taken from within and outside the country. These debts are known as domestic debts and foreign debts respectively. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്തു ചെയ്യുന്നു? കടമെടുക്കുന്നു. ഇതിനെയാണ് എന്തു പറയുന്നത്? പൊതുകടം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഗവൺമെൻറ് കടമെടുക്കാറുണ്ട്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. The loans availed by the government from individuals and institutions inside the country are known as domestic debt. എന്നാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. So, foreign debt is the loan availed from other countries and international organizations. അടുത്തത് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്.
പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ധനനയം. Fiscal policy is a comprehensive government policy concerning the public revenue, public expenditure, and public debt. This policy, prepared by the Finance Department, is implemented through the budget. It is also policy that gives guidelines to the government to improve the current financial situation and attain financial stability. ധനനയം എന്നാൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ വരാം. അതുകൊണ്ട് ഈ ഭാഗം വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ധനനയം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളും. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് ധനനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി: ആക്സിലറേറ്റ് ദ ഇക്കണോമിക് ഗ്രോത്ത്, റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എലിമിനേറ്റ് ദ ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്, എക്സെട്ര. അപ്പോൾ ഇത്രയുമാണ് 10th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുകയും നോട്ട്സ് എല്ലാം എഴുതിയെടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.